രണ്ടാമൂഴത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടോ? മമ്മൂട്ടിയും മോഹൻലാലും ആണോ ഭീമനാകുന്നത്? ഇതൊക്കെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നാണ്. കാരണം MDയുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായിരിക്കുന്ന മമ്മൂട്ടിയാണ്, മോഹൻലാലാണ് ഭീമനാണെന്ന് ഏകദേശം ഉറപ്പായിട്ട് പ്രൊജക്റ്റ് വരെ റെഡിയായതാണ്. ഇതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് MDയുടെ മരണം നടന്നു. അതിനുശേഷം MDയുടെ മകൾ അശ്വതി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ രീതിയിലാണ് എടുക്കുന്നത്, വേൾഡ് ക്ലാസ് മേക്കിംഗ് വേണം, ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, സാധാരണ ഒരു മലയാള ചിത്രം ഒരുക്കുന്ന പോലെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റുന്ന ചിത്രമല്ല. അങ്ങനെ ഋഷഭ് ഷെട്ടിയാണ് ഇതിന്റെ സംവിധായകൻ എന്ന് ഉറപ്പിച്ചു. ഇന്ന് വന്ന റൂമേഴ്സ് അനുസരിച്ച്, സ്ട്രോങ് റൂമേഴ്സ് തന്നെ ആണെങ്കിലും ഇത് കറക്റ്റ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഋഷഭ് ഷെട്ടി തന്നെയാണ് സംവിധാനവും, ഭീമന്റെ റോളും ഋഷഭ് ഷെട്ടി തന്നെയാണ്. കാരണം അതിനുള്ള സൈസും ക്യാരക്ടറും ഒക്കെ ഉണ്ട്. പക്ഷെ അഭിനയത്തുകയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിലപ്പം 100 പോലെ ചിലപ്പോൾ ഋഷഭ് ഷെട്ടി വരണമെന്നില്ല. പക്ഷേ വിഷ്വൽ എഫക്ട്സും ബാക്കിയുള്ള VX ഒക്കെ വെച്ച് വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഋഷഭ് ഷെട്ടിയെ സംബന്ധിച്ചിടത്തോളം 1 കൊല്ലോ 2 കൊല്ലോ മാറ്റി വെക്കുന്നതിനകത്ത് കുഴപ്പമില്ല. കാരണം മമ്മൂട്ടിയെ മോഹൻലാലാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം ഇത് മാറ്റി വെച്ച് ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന് വേണ്ടി മാറ്റി വെക്കണം. അത് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വീണ്ടും ഒരു പ്രതീക്ഷയുണ്ട്. ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഒക്കെ ഇപ്പം പുറത്ത് വിടാൻ പോവുകയാണ് ഒഫീഷ്യലായിട്ട്. ഇതിനകത്ത് വലിയ വലിയ വേറെ ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പം ദ്രോണർ, ദുര്യോധനൻ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നാലും ഗംഭീരമായിരിക്കും ഇങ്ങനെയുള്ള സിനിമയിൽ. അത് മമ്മൂട്ടിയും മോഹൻലാലും ചെയ്യുകയാണെങ്കിലും അടിപൊളിയായിരിക്കും എന്നുള്ള സംശയം വേണ്ട. എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഇട്ടേക്കുക.